ഇന്ധനവില വർധനവിനെതിരെ ബസ് ഉടമകൾ ജൂൺ 8-ന് GST ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മലപ്പുറത്ത് പറഞ്ഞു. ധർണ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. സമരത്തിന്റെ ഭാഗമായി മലപ്പുറം GST ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്യും. ഡീസൽ വില വർധനവ് പിൻവലിക്കുക, KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന വരുമാനക്കുറവ് സർക്കാർ നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, പൊതുഗതാഗത നയം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. ഈ 15 ദിവസത്തിന്റെ ഉള്ളിൽ ഇന്ധനത്തിന് വലിയ വില വർദ്ധിച്ചത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. 1 ലിറ്റർ ഡീസലിന് 8 രൂപയിലധികമാണ് ഇപ്പോൾ വർദ്ധിച്ചത്. ഈ സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ വരുമാനത്തിന്റെ 60% ഡീസലിന് ആവശ്യമായിട്ട് വരിക. 60 ലിറ്റർ മുതൽ 130-140 ലിറ്റർ വരെ ഓരോ ദിവസം ഓരോ ബസ് ഡീസൽ എടുക്കുക. അപ്പൊ ആവറേജ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവിനത്തിൽ 800 രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തില് ഡീസൽ വില വർധനവിനെതിരായി അടുത്ത 8-ാം തീയതി തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മലപ്പുറത്തെ GST ഓഫീസിലേക്ക് മലപ്പുറം ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളുടെ ഒരു മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. അത് നിങ്ങളെടുത്ത് പറയാനാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. അത് സംസ്ഥാന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇതുപോലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ അസോസിയേഷനും മലപ്പുറത്തെ GST ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ ഒരു ഡീസൽ വില വർധന കൊണ്ട് മാത്രം ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, 800 രൂപയുടെ അധിക വരുമാനമുണ്ട്. ഒരു ഡീസലിന് വില വർദ്ധിച്ച ആ ഡീസൽ മാത്രമല്ല, അതോടനുബന്ധിച്ച് ഓയിലുകള്, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകള്, അതുപോലെ തന്നെ പാഡ്, ഇത്തരം സാധനങ്ങൾക്കൊക്കെ വലിയ വില വർധന വന്നുകൊണ്ട് ബസ് സർവീസ് ഒരു നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇപ്പൊ സർവീസ് നടത്തുന്നത്. അതിന്റെ ഇടയിൽ നിങ്ങൾക്കറിയാം, അടുത്ത ജൂൺ 15-ാം തീയതി മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഈ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര നടത്തിയ സമയത്തൊക്കെ ഞങ്ങള് അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ വ്യവസായത്തിന്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ പുതുയുഗ യാത്ര അവസാനിക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെയും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഞങ്ങൾ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കൽ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്, നിങ്ങളെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഇപ്പൊ ഗവൺമെന്റ് ഈ സ്വകാര്യ ബസ്സുകളെ കുറിച്ച് യാതൊരു പരിശോധനയും നടത്താതെ ഏകപക്ഷീയമായി അത് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളായ ഹംസ ഏരിക്കുന്നൻ, പക്കീസ കുഞ്ഞിപ്പ, ഫാസ്മാനു, റഫീഖ് കുരിക്കൽ, PM സഫീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.